നമസ്കാരം. 1988 ഒരു മിനിക്കഥ എഴുതി, മുടന്തൻ കാക്ക. ആ കഥ ഇങ്ങനെയാണ്. ചെറുപ്പത്തിൽ ഞാൻ എൻ്റെ മുത്തശ്ശിയോടൊപ്പം മുറ്റത്തിരുന്ന് കൊഞ്ചിക്കുഴയുമ്പോൾ പതിവായി ഒരു മുടന്തൻ കാക്ക വരുമായിരുന്നു. ഞാൻ അറിയാതെ അതിനെ ഞാൻ സ്നേഹിച്ചിരുന്നു. ഒരു നാൾ അതിനെ കാണാതായി. അകത്തുള്ള തെളിയിരുട്ടിൽ എൻ്റെ കണ്ണീരുകൊണ്ട് ഞാൻ മുടന്തൻ കാക്കയെ വരച്ചു. വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി കാണുന്ന ഒരു പുരുഷൻ്റെ കൈയും പിടിച്ച് അയാൾക്ക് പിറകെ ജനിച്ച വീട് വിട്ടിറങ്ങുമ്പോൾ മിഴിനീരിൻ്റെ അവ്യക്തതയിലൂടെ ദൂരേക്ക് പറന്നകലുന്ന മുടന്തൻ കാക്കയെ ഞാൻ കണ്ടു. ഞാൻ അതിനെ എത്രമാത്രം സ്നേഹിച്ചിരുന്നുവെന്ന് അന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. മധുവിധുവിൻ്റെ ആലസ്യത്തിലും എൻ്റെ മനം നിറയെ മുടന്തൻ കാക്കയായിരുന്നു. എന്നിട്ടും കാലം ക്രമേണ അതിനെ എൻ്റെ ഓർമ്മയിൽ നിന്നും തുടച്ചു നീക്കി. ഇന്ന് ഞാൻ മുടന്തൻ കാക്കയെക്കുറിച്ച് വീണ്ടും ഓർത്തു പോകുന്നു. പഴയ സ്നേഹത്തോടെയല്ല, ശാപവചനങ്ങളുടെ ചിലന്തി വലയിൽ പൊതിഞ്ഞ കനത്ത വെറുപ്പോടെ. കാരണം എൻ്റെ കുട്ടി ഇന്നാണ് ജനിച്ചത്. അവനും ആ കാക്കയെപ്പോലെ മുടന്തുണ്ട്.